ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് എന്ന് പറയുന്ന ലെസൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ലെസണിലേക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണുക, അതിനുശേഷം ഈ ഒരു വീഡിയോ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലെസൺ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള ബോയിനെ അക്വലൈറ്റ് ആവാൻ വേണ്ടി, അതായത് പുരോഹിതന ചടങ്ങുകളിലൊക്കെ സഹായിക്കുന്ന ആളായിട്ടും നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു പുരോഹിതനാവാൻ വേണ്ടി പഠിക്കുന്ന ആളെയും നമുക്ക് അക്വലൈറ്റ് എന്ന് പറയാം. അപ്പോൾ അക്വലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോയുടെ ഫാദർ ടെമ്പിളിൽ കൊണ്ടുവന്ന് ആക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇവൻ എപ്പോഴും പൂച്ചയുടെ ചിത്രം ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ മെയിൻ പരിപാടി. ഒരു അക്വലൈറ്റിന് വേണ്ട പ്രധാന ഗുണങ്ങളെന്ന് പറയുന്നത് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, പുസ്തകങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും അറിവ് നേടുകയൊക്കെ ചെയ്യണം. പക്ഷേ ആ ഒരു സമയത്തൊക്കെ ഇവൻ ചെയ്യുന്നത്, പൂച്ചകളുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രീസ്റ്റിന് മനസ്സിലാവുകയാണ് ഇവനൊരു അക്വലൈറ്റ് ആവാനുള്ള അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ് ആവാനുള്ള യോഗ്യതയില്ല, അതിലും ബെറ്റർ ഇവനൊരു ആർട്ടിസ്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പം എന്തായാലും ടെമ്പിളിൽ ഇനിയിപ്പോൾ നിർത്താൻ പറ്റില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അവന് കൂടുതലും ശ്രദ്ധിക്കുന്നത് എന്തിലാണ്, അവൻ്റെ പെയിൻറ്റിങ്ങിലാണ്, ഈ പൂച്ചയെ വരയ്ക്കുന്ന കാര്യത്തിലാണ്. സോ അതുകൊണ്ട് അവന് ആ ഒരു ടെമ്പിളിൽ നിന്ന് ആ ഒരു പ്രീസ്റ്റ്, അവിടെയുള്ള പ്രീസ്റ്റ് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള സ്റ്റോറിയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ വെരി സോറോഫുള്ളി ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹീ ഷുഡ് ഡു. അപ്പോൾ അവൻ ആ ഒരു ടെമ്പിൾ വിട്ട് പോന്നു, ടെമ്പിളിൽ നിന്ന് പോന്നു. സോറോഫുള്ളി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, വളരെ സങ്കടത്തോടു കൂടിയാണ് അവൻ അവിടെ നിന്ന് പോരുന്നത്. ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹി ഷുഡ് ഡു. വണ്ടർ മീൻസ് ഇവിടെ ആശ്ചര്യം തോന്നി, അത്ഭുതം തോന്നി എന്നുള്ളതല്ല, ചിന്ത എന്നുള്ളതാണ്, തോട്ട് എന്നുള്ള മീനിങ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവനിങ്ങനെ ചിന്തിക്കുകയാണ് ഇനി എന്താണ് ചെയ്യുക എന്നുള്ളത്, എങ്ങോട്ടാണ് പോവുക, വീട്ടിലേക്ക് ചെന്നാൽ പണിഷ്മെൻറ്റ് കിട്ടില്ലേ. സോ അതുകൊണ്ട് അവനിങ്ങനെ ചിന്തിക്കുകയാണ് എന്ത് ചെയ്യുന്നത്. ഇഫ് ഹി വെൻറ്റ് സ്ട്രെയിറ്റ് ഹോം ഹി ഫെൽറ്റ് ഷുവർ ഹിസ് ഫാദർ വുഡ് പണിഷ് ഹിം ഫോർ ഹാവിങ് ബീൻ ഡിസൊബീഡിയൻറ്റ് ടു ദ പ്രീസ്റ്റ്. എന്താ പറയുന്നത്, ഒരു പക്ഷേ അവൻ നേരെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവന് ഉറപ്പാണ് ഷുവർ ഹിസ് ഫാദർ വുഡ് പണിഷ് ഹിം, അവൻ്റെ അച്ഛൻ അവനെ ഉറപ്പായിട്ടും പണിഷ് ചെയ്യും, ശിക്ഷിക്കും. എന്തിനാണ്? ഫോർ ഹാവിങ് ബീൻ ഡിസൊബീഡിയൻറ്റ് ടു ദ പ്രീസ്റ്റിനെ അനുസരിക്കാതിരുന്നതിന്. ഓക്കെ, അപ്പോൾ അവനവിടെ അക്വലൈറ്റ് ആവാനാണ് വിട്ടിട്ടുണ്ടായിരുന്നത്, പക്ഷെ അവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അപ്പം പ്രീസ്റ്റിനെ അനുസരിക്കാതിരുന്നതിന് അവൻ്റെ അച്ഛൻ അവനെ ഉറപ്പായിട്ടും പണിഷ് ചെയ്യുന്ന അറിയാം. അപ്പം നേരെ വീട്ടിലേക്ക് പോയാൽ സംഭവിക്കുക അതാണ്. സോ ഹി വാസ് അഫ്രൈഡ് ടു ഗോ ഹോം. അതുകൊണ്ട് തന്നെ അവൻ വീട്ടിലേക്ക് പോകാൻ അഫ്രൈഡ് മീൻസ് ഭയം അല്ലേ, പേടി തോന്നി. ഓൾ അറ്റ് വൺസ് ഹി റിമെമ്പേർഡ് ദാറ്റ് അറ്റ് ദ നെക്സ്റ്റ് വില്ലേജ് 12 miles away there was a very big temple. അപ്പോൾ അവന് ഒരു കാര്യം ഓർമ്മ വന്നു, അവനൊരു കാര്യം ഓർമ്മിച്ചു. അറ്റ് ദ നെക്സ്റ്റ് വില്ലേജ്, അടുത്ത ഗ്രാമത്തിൽ 12 miles away 12 മൈൽ ദൂരെയാണ്. അവിടെ there was a very big temple. അവിടെ ഒരു വലിയ ടെമ്പിൾ ഉണ്ട്. He had heard there were several priests at that temple and he made up his mind to go to them and ask them to take him for their acolyte. അപ്പം ഇവൻ കേട്ടിട്ടുണ്ട് അവിടെ ഒരുപാട് സെവറൽ പ്രീസ്റ്റസ്, അവിടെ ഒരുപാട് പുരോഹിതന്മാർ അല്ലെങ്കിൽ പ്രീസ്റ്റസ് ഉണ്ട് ആ ഒരു ടെമ്പിളിൽ എന്നുള്ള കാര്യം അവൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് മീൻസ് ഡിസൈഡഡ് എന്നുള്ളതാണ് കേട്ടോ മീനിങ്, തീരുമാനിച്ചു. അപ്പോൾ അവൻ്റെ മനസ്സിൽ തീരുമാനിക്കുകയാണ്. എന്താ തീരുമാനിച്ചത്? ടു ഗോ ടു ദം ആൻഡ് ആസ്ക് ദം ടു ടേക്ക് ഹിം ഫോർ ദെയർ അക്വലൈറ്റ്. അവരുടെ അടുത്തേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം അവരുടെ അക്വലൈറ്റ് ആയിട്ട് അവനെ നിയമിക്കുമോ എന്ന്. ഓക്കെ, അത്രയാണ് ഈ ഒരു പാരഗ്രാഫിലുള്ളത്. നൗ ദാറ്റ് ബിഗ് ടെമ്പിൾ വാസ് ക്ലോസ്ഡ് അപ്പ് ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് നോ ദിസ് ഫാക്ട്. അപ്പം ആ ഒരു ടെമ്പിള് അത് അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് നോ ദിസ് ഫാക്ട്. പക്ഷെ നമ്മളുടെ ബോയ്ക്ക് ഈ ഒരു കാര്യം അറിയില്ലായിരുന്നു. The reason it had been closed up was that a goblin had frightened the priestess away. ഗോബ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിച്ചാത്തൻ എന്നുള്ളതാണ് കേട്ടോ മീനിങ്. അപ്പം ഈ ഒരു വലിയ ടെമ്പിൾ ക്ലോസ് ചെയ്ത് അടച്ചിടാനുള്ള കാരണം എന്ന് പറയുന്നത് ഗോബ്ലിനാണ്. ഈ ഒരു ഗോബ്ലിൻ അവിടെയുള്ള പ്രീസ്റ്റസിനെ ഒക്കെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ട്. ആൻഡ് ഹാഡ് ടേക്കൺ പൊസിഷൻ ഓഫ് ദ പ്ലേസ്. പൊസിഷൻ മീൻസ് കൈവശപ്പെടുത്തുക. അപ്പം ആ ഒരു സ്ഥലം ഇപ്പം ആരാണ്? ഗോബ്ലിൻ, ആ ഒരു കുട്ടിച്ചാത്തൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. സം ബ്രേവ് വാരിയേഴ്സ് ഹാഡ് ആഫ്റ്റർവേർഡ് ഗോൺ ടു ദ ടെമ്പിൾ അറ്റ് നൈറ്റ് ടു കിൽ ദ ഗോബ്ലിൻ ബട്ട് ദേ ഹാഡ് നെവർ ബീൻ സീൻ അലൈവ് അഗെയിൻ.
വാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യോദ്ധാക്കൾ അല്ലേ. ബ്രേവ് വാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ധീരരായ യോദ്ധാക്കൾ. ആഫ്റ്റർവേർഡ് മീൻസ് അനന്തരം അല്ലെങ്കിൽ പിന്നീട്. അപ്പോൾ എന്താണ്, ഈ ഒരു ഗോബ്ലിൻ ആ ഒരു സ്ഥലവും അതേപോലെ ടെമ്പിളും ഒക്കെ കൈയടക്കി വെച്ചതിന് ശേഷം കുറച്ച് ധീരരായ യോദ്ധാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു രാത്രി ആ ഒരു ഗോബ്ലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ബട്ട് ദേ ഹാഡ് നെവർ ബീൻ സീൻ അലൈവ് അഗൈൻ. പക്ഷേ പിന്നീട് ഒരിക്കലും അവരെ ജീവനോടെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അവർ ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല, നമുക്ക് നോക്കാം. നോബഡി ഹാഡ് എവർ ടോൾഡ് ദീസ് തിങ്സ് ടു ദ ബോയ്, സോ ഹി വാക്ക്ഡ് ഓൾ ദ വേ ടു ദ വില്ലേജ് ഹോപ്പിംഗ് ടു ബി കൈൻഡ്ലി ട്രീറ്റഡ് ബൈ ദ പ്രീസ്റ്റസ്. അപ്പോൾ എന്താണ്, ഈ ഒരു കാര്യം ആരും നമ്മളുടെ ബോയിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, ആ ഒരു പ്രീസ്റ്റിൻ്റെ അക്വലൈറ്റ് ആവാൻ ഒരുപാട് പ്രീസ്റ്റസ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ആരുടെയെങ്കിലുമൊക്കെ എന്താണ് അക്വലൈറ്റ് ആവാൻ സാധിക്കുമായിരിക്കും, അവരെ പ്ലീസ് ചെയ്ത് നിൽക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പ്രതീക്ഷയോടുകൂടി അവൻ എന്ത് ചെയ്യാണ്, ആ ഒരു വില്ലേജിലേക്ക് പോവുകയാണ് ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ. വെൻ ഹി ഗോ ടു ദ വില്ലേജ് ഇറ്റ് വാസ് ഓൾറെഡി ഡാർക്ക്. അപ്പോൾ അവൻ ആ ഒരു വില്ലേജിൽ എത്തിയപ്പോഴത്തേക്ക് എന്താണ്, ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആൻഡ് ഓൾ ദ പീപ്പിൾ വർ ഇൻ ബെഡ്. അപ്പോൾ എല്ലാവരും എന്താണ്, എല്ലാ ആളുകളും എന്താണ് ഉറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഹീ സോ ദ ബിഗ് ടെമ്പിൾ ഓൺ എ ഹിൽ അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ പ്രിൻസിപ്പൽ സ്ട്രീറ്റ്. അപ്പം അതായത് മെയിൻ സ്ട്രീറ്റിൻ്റെ ഒരു അറ്റത്തുള്ള ഒരു ഹില്ലിൻ്റെ മുകളിൽ, ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് ഈ ഒരു വലിയ ടെമ്പിൾ അവൻ എന്ത് ചെയ്യാണ്, കാണുകയാണ്. ആൻഡ് ഹീ സോ ദർ വാസ് എ ലൈറ്റ് ഇൻ ദ ടെമ്പിൾ. അപ്പം അത് മാത്രമല്ല, അവനവിടെ എന്ത് കാണുന്നുണ്ട്, ഒരു ലൈറ്റ് കാണുന്നുണ്ട്, ഒരു പ്രകാശം ആ ഒരു ടെമ്പിളിൽ കാണുന്നുണ്ട്. People who tell the story say the goblin used to make that light in order to tempt lonely travelers to ask for shelter. അപ്പോൾ എന്താണ്, ആളുകൾ എന്താണ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നത്, അവിടെ ആ ഒരു വെളിച്ചം അത് വരുത്തുന്നത് ആര് തന്നെയാണ്, ഗോബ്ലിൻ തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ ഓർഡർ ടു ടെംപ്റ്റ് മീൻസ് ആകർഷിക്കുക, ലോൺലി ട്രാവലേഴ്സ് അതായത് തനിച്ച് യാത്ര ചെയ്യുന്ന യാത്രക്കാരെ അങ്ങോട്ട് എന്താണ് ആകർഷിക്കാൻ വേണ്ടി, ടു ആസ്ക് ഫോർ ഷെൽട്ടർ. എന്താണ്, ആളുകൾക്ക് എന്താണ് തനിച്ചിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് രാത്രിയൊക്കെ ആകുമ്പോൾ ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷെൽട്ടറായിട്ട് ചോദിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകളെ ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രകാശം ഗോബ്ലിൻ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ. ദ ബോയ് വെൻറ്റ് അറ്റ് വൺസ് ടു ദ ടെമ്പിൾ ആൻഡ് നോക്ക്ഡ്. അപ്പം ബോയ് എന്ത് ചെയ്തു, അവിടേക്ക് എത്തിയ ശേഷം എന്ത് ചെയ്തു, നോക്ക് ചെയ്തു. നോക്ക് ചെയ്യുക പറഞ്ഞാൽ കഥകിൽ മുട്ടി. ദർ വാസ് നോ സൗണ്ട് ഇൻസൈഡ്. ഉള്ളിൽ നിന്ന് യാതൊരുവിധ ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഹി നോക്ക്ഡ് ആൻഡ് നോക്ക്ഡ് അഗെയിൻ. അവൻ വീണ്ടും കഥകിൽ മുട്ടിക്കൊണ്ടേയിരുന്നു. ബട്ട് സ്റ്റിൽ നോബഡി കെയിം. പക്ഷെ എന്നിട്ടും ആരും പുറത്തേക്ക് വന്നില്ല. അറ്റ് ലാസ്റ്റ് ഹി പുഷ്ഡ് ജെൻ്റ്ലി അറ്റ് ദ ഡോർ. അവസാനം അവൻ എന്ത് ചെയ്തു, പതിയെ ആ ഒരു ഡോറിലൊന്ന് പുഷ് ചെയ്തു, ഒന്ന് ഉന്തി നോക്കി തുറക്കാൻ പറ്റുമോ എന്നറിയാൻ. ആൻഡ് വാസ് ക്വൈറ്റ് ഗ്ലാഡ് ടു ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ഫാസൻഡ്. അതായത് അവന് വളരെ സന്തോഷം തോന്നി. എന്തുകൊണ്ടാണ്, ആ ഒരു കതക് നോട്ട് ബീൻ ഫാസൻഡ്, അതായത് കതക് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതായത് ഡോറ് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് അവന് വളരെ സന്തോഷം തോന്നി. ഗ്ലാഡ് മീൻസ് ഹാപ്പി കേട്ടോ. സോ ഹി വെൻറ്റ് ഇൻ ആൻഡ് സോ എ ലാമ്പ് ബേണിംഗ് ബട്ട് നോ പ്രീസ്റ്റ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അവനുള്ളിലേക്ക് കടന്നു. ആൻഡ് സോ എ ലാമ്പ് ബേണിംഗ് ബട്ട് നോ പ്രീസ്റ്റ്. അവിടെ എന്താണ് കണ്ടത്, ഒരു ലാമ്പ്, ഒരു വിളക്ക് ഇങ്ങനെ കത്തുന്നുണ്ട്, വിളക്ക് എരിയുന്നുണ്ട്. ബട്ട് നോ പ്രീസ്റ്റ്. അവിടെ പക്ഷെ ആരില്ല, പ്രീസ്റ്റിനെ ഒന്നും കാണാനില്ല. ഒരു കാര്യം, ഇവിടെ പ്രീസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കരുത്. ഇവിടെ ഇപ്പം അമ്പലത്തിലാണെങ്കിൽ പൂജാരി എന്നുള്ള മീനിങ് ആണ് കേട്ടോ പ്രീസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹി തോട്ട് സം പ്രീസ്റ്റ് വുഡ് ബി ഷുവർ ടു കം വെരി സൂൺ. അപ്പം അവൻ ചിന്തിക്കുകയാണ് ഏതെങ്കിലും ഒരു പ്രീസ്റ്റ് പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് വരുമായിരിക്കും എന്ന്. ആൻഡ് ഹി സാറ്റ് ഡൗൺ ആൻഡ് വെയിറ്റഡ്. അവൻ അവിടെ ഇരുന്ന് ഏതെങ്കിലും ഒരു പ്രീസ്റ്റ് വരുമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ദെൻ ഹി നോട്ടീസ് ദാറ്റ് എവറിത്തിങ് ഇൻ ദ ടെമ്പിൾ വാസ് ഗ്രേ വിത്ത് ഡസ്റ്റ്. അപ്പം അവന് ഒരു കാര്യം നോട്ടീസ് ചെയ്തു. എന്താണ്, ആ ഒരു ടെമ്പിളിലെ എല്ലാം തന്നെ എന്തായിട്ടുണ്ട്, പൊടി പിടിച്ച് ഗ്രേ കളറിലായിട്ടുണ്ട്. ഓക്കെ. ഫുള്ളിങ്ങനെ എന്താണ്, പൊടി പിടിച്ച് മങ്ങിക്കിടക്കുകയാണ്. ആൻഡ് തിക്ലി സ്പൺ ഓവർ വിത്ത് കോബ് വെബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറാല എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. അപ്പം എന്താണ്, ആൾ താമസമൊന്നും ഇല്ലാത്ത വീടുകളിലും അങ്ങനെയൊക്കെ നമ്മൾ കാണാറില്ലേ മാറാല. അപ്പം അവിടെ എന്താണ്, മാറാലയൊക്കെ ചുറ്റിപ്പണിഞ്ഞ് അങ്ങനെ കാണപ്പെട്ടിട്ടുണ്ട്. സോ ഹി തോട്ട് ടു ഹിംസെൽഫ് ദാറ്റ് ദ പ്രീസ്റ്റ് വുഡ് സർട്ടൻലി ലൈക്ക് ടു ഹാവ് ആൻ അക്വലൈറ്റ്. അപ്പോൾ എന്താണ്, അപ്പോൾ അവൻ ചിന്തിക്കുകയാണ് ഉറപ്പായിട്ടും ഇവിടുത്തെ പ്രീസ്റ്റസിന്, അതായത് എന്താണ് ഇവിടെയുള്ള പൂജാരികൾക്കൊക്കെ ഉറപ്പായിട്ടും ഒരു അക്വലൈറ്റിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു അക്വലൈറ്റിനെ വേണ്ടി വരും. എന്താണ്,
ഒരു ഹെൽപ്പർ അല്ലേ, അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീനാക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, ടു കീപ് ദ പ്ലേസ് ക്ലീൻ, അതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്കോലൈറ്റിന്, ഒരു ഹെൽപ്പറിനെ ഇവിടുത്തെ പ്രീസ്റ്റസിന് ആവശ്യം ഉണ്ടാവുന്ന അവൻ തന്നെ സ്വയം ചിന്തിക്കുകയാണ്. ഹി വണ്ടേർഡ് വൈ ദേ ഹാഡ് അലൗഡ് എവറിത്തിങ് ടു ഗെറ്റ് സോ ഡസ്റ്റി. അവനിങ്ങനെ ആശ്ചര്യം തോന്നുകയാണ്, എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വളരെ ഡസ്റ്റി ആയിട്ട് പൊടി പിടിച്ചിങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്, ഇതെന്തുകൊണ്ടാണ് ക്ലീൻ ചെയ്യാത്തത് ഇങ്ങനെ തോന്നുകയാണ്. വാട്ട് മോസ്റ്റ് പ്ലീസ്ഡ് ഹിം ഹൗവർ വർ സം ബിഗ് വൈറ്റ് സ്ക്രീൻസ്. പക്ഷേ അവനെ എന്താണ് ഏറ്റവും പ്ലീസ് ചെയ്തിട്ടുള്ളത്, അതായത് അവനെ വളരെ ഹാപ്പി ആക്കിയിട്ടുള്ളത് എന്താണ്, അവിടെ കുറച്ച് വലിയ വൈറ്റ് സ്ക്രീൻസ് കണ്ടു. എന്താണ്, അവന് സ്ക്രീൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം അവൻ പൂച്ചയെ വരയ്ക്കും അല്ലേ. അപ്പോൾ അത് അവൻ്റെ ഏറ്റവും വലിയൊരു വിനോദമാണ്, അവൻ്റെ ഒരു പാഷനാണ്. സോ അവനെന്താണ് ആ ഒരു വൈറ്റ് സ്ക്രീൻസ് കണ്ടപ്പോൾ അവന് ആകെ സന്തോഷം തോന്നി. ഗുഡ് ടു പെയിൻറ്റ് ക്യാറ്റ്സ് അപ്പോൺ. അപ്പം അതിലെന്താണ്, ക്യാറ്റ്സിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അല്ലേ. അവൻ സ്ക്രീൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ വരയ്ക്കും. നമ്മളത് ഫസ്റ്റ് പാർട്ടിൽ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. Though he was tired, he looked at once for a writing box and found one and ground some ink and began to പെയിൻ കാറ്റ്സ്. അപ്പോൾ അവനെന്താണ് വളരെയധികം ടയേർഡാണ്, ക്ഷീണിതനാണ്, ഉറക്കമൊക്കെ വരുന്നുണ്ട്, ഉറങ്ങണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്ക്രീന് കണ്ടിട്ട് അവന് വെറുതെ ഇരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു, റൈറ്റിംഗ് ബോക്സിൽ ഒക്കെ നോക്കി അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചിത്രം വരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവൻ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് പെയിൻറ്റ് ചെയ്യുന്നത്, ബിഗാൻ ടു പെയിൻറ്റ് കാറ്റ്സ്, പൂച്ചകളെയാണ് വരയ്ക്കാൻ തുടങ്ങിയത് കേട്ടോ. ഹി പെയിൻറ്റഡ് എ ഗ്രേറ്റ് മെനി കാറ്റ്സ് അപ്പോൺ ദ സ്ക്രീൻസ്. അപ്പം അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സ്ക്രീൻസിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള ഒരുപാട് കാറ്റ്സിനെ, പൂച്ചകളെ വരച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ഹി ബിഗാൻ ടു ഫീൽ വെരി വെരി സ്ലീപ്പി. അതിനുശേഷം എന്താണ്, അവന് വളരെയധികം ഉറക്കം വന്നു. വെരി വെരി സ്ലീപ്പി എന്നാണ്, അപ്പോൾ അത്രയും ഉറക്കം വരുന്നുണ്ട്. ഹി വാസ് ജസ്റ്റ് ഓൺ ദ പോയിൻ്റ് ഓഫ് ലേയിങ് ഡൗൺ ടു സ്ലീപ്പ് ബിസൈഡ് വൺ ഓഫ് ദ സ്ക്രീൻ. അപ്പോൾ അവൻ വരച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു സ്ക്രീനിൻ്റെ അരികിലായിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള കണ്ടീഷനിലേക്കാണ് അവൻ എത്തുന്നത്. ബിക്കോസ് അത്രയും അവന് ഉറക്കം വരുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വെൻ ഹി സഡൻലി റിമെമ്പേർഡ് ദ വേർഡ്സ് അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് ടു സ്മോൾ. അപ്പോൾ പെട്ടെന്ന് അവന് ഒരു എന്താണ് വേർഡ്സ് ഓർമ്മ വരികയാണ്. സഡൻലി മീൻസ് പെട്ടെന്ന്, റിമെമ്പേർഡ് മീൻസ് ഓർത്തു. എന്താ ഓർത്തത്, അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് ടു സ്മോൾ. ഇതാര് പറഞ്ഞിട്ടുള്ള വേർഡ്സാണ്, പഴയ ടെമ്പിളിൻ്റെ പ്രീസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്, രാത്രികാലങ്ങളിൽ വലിയ പ്ലേസുകൾ ഒഴിവാക്കുക, ചെറുതെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വേർഡ്സ് അവന് പെട്ടെന്ന് ഓർമ്മ വന്നു എന്നാണ് പറയുന്നത്. ദി ടെമ്പിൾ വാസ് വെരി ലാർജ്. ആ ഒരു ടെമ്പിൾ എന്താണ്, വളരെ വലുതായിരുന്നു. ഹി വാസ് ഓൾ അലോൺ. അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, അവൻ ഒറ്റയ്ക്കായിരുന്നു ആ ഒരു ടെമ്പിളിൽ, ആ ഒരു വലിയ ടെമ്പിളിൽ അവൻ തനിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ആസ് ഹി തോട്ട് ഓഫ് ദീസ് വേർഡ്സ്. അപ്പോൾ അവനെന്താണ് എന്താണ് വാക്കുകൾ ഓർമ്മ വന്നു അല്ലേ. എന്താണ്, വലിയ പ്ലേസുകൾ ഒഴിവാക്കുക, ചെറുതെടുക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രീസ്റ്റിൻ്റെ വേർഡ്സ് ഓർമ്മ വരികയാണ്. ദോ ഹി കുഡ് നോട്ട് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡ് ദം, ഹി ബിഗാൻ ടു ഫീൽ ഫോർ ദ ഫസ്റ്റ് ടൈം എ ലിറ്റിൽ അഫ്രൈഡ്. എന്താണ്, അവന് ആ ഒരു പറഞ്ഞ വേർഡ്സിൻ്റെ മീനിങ് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടി ആദ്യമായിട്ട് അവന് ആ ഒരു വാക്കുകൾ ഓർത്ത് ഭയം തോന്നുകയാണ്. ആൻഡ് ഹി റിസോൾവ്ഡ് ടു ലുക്ക് ഫോർ എ സ്മോൾ പ്ലേസ് ഇൻ വിച്ച് ടു സ്ലീപ്പ്. അപ്പം റിസോൾവ്ഡ് മീൻസ് തീരുമാനിച്ചു. അപ്പോൾ അവൻ തീരുമാനിക്കുകയാണ് ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലം കണ്ടുപിടിക്കണം അവൻ ഉറങ്ങാൻ വേണ്ടിയിട്ടെന്ന്. ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ്. ക്യാബിനറ്റ് മീൻസ് ചെറിയ മുറി എന്നുള്ളതാണ്. അപ്പോൾ അവനൊരു അവിടെ ഒരു ചെറിയ മുറി കണ്ടു, വിത്ത് എ സ്ലൈഡിങ് ഡോർ. സ്ലൈഡിങ് ഡോർ എന്ന് വെച്ചാൽ ഇങ്ങനെ നീക്കുന്ന ഡോറില്ലേ, അതാണ് കേട്ടോ. അവിടെ ആ ഒരു മുറിക്ക് ഒരു സ്ലൈഡിങ് ഡോർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് വെൻറ്റ് ഇൻ ടു ഇറ്റ് ആൻഡ് ഷട്ട് ഹിംസെൽഫ് അപ്പ്. അപ്പം അവൻ അതിനുള്ളിലേക്ക് കയറി വാതിലടച്ചു. ദെൻ ഹി ലേ ഡൗൺ ആൻഡ് ഫെൽ ഫാസ്റ്റ് അസ്ലീപ്പ്. അപ്പം അവന് കിടന്നിട്ട് എന്താ ചെയ്തിട്ടുള്ളത്, വേഗം തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. കാരണം അവൻ അത്രയും ടയേർഡാണ്, നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്താണ് പെട്ടെന്ന് തന്നെ ഉറങ്ങി. വെരി ലേറ്റ് ഇൻ ദ നൈറ്റ്. രാത്രി വളരെയധികം സമയം വൈകിയിട്ടുണ്ട്. ഹി വാസ് അവൈക്കൻഡ് ബൈ എ മോസ്റ്റ് ടെറിബിൾ നോയ്സ്. എന്താണ്, ടെറിബിൾ മീൻസ് ഭയാനകമായ, പേടിപ്പെടുത്തുന്ന നോയ്സ്, ശബ്ദം. അപ്പം ഇവൻ എന്താണ്, വളരെ ടെറിബിളായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് അവൻ എന്ത് ചെയ്യാണ്, ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ്. എന്ത് ശബ്ദമാണ് കേട്ടിട്ടുള്ളത്, ഫൈറ്റിംഗ്, അടിപിടി കൂടുന്ന ശബ്ദവും അതേപോലെ സ്ക്രീമിങ്, ഉറക്ക കരയുന്ന ശബ്ദമൊക്കെ കേട്ടിട്ട് ആണ് ഇവൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുള്ളത്. ഇറ്റ് വാസ് സോ ഡ്രെഡ്ഫുൾ ദാറ്റ് ഹി വാസ് അഫ്രൈഡ് ഈവൻ ടു ലുക്ക് ത്രൂ എ ചിങ്ക് ഓഫ് ദ ലിറ്റിൽ ക്യാബിനറ്റ്. ചിങ്ക് മീൻസ് വിടവ്. അപ്പം എന്താണ്, ഇവൻ വളരെയധികം പേടിച്ചിട്ടുണ്ട്. അവനെന്താണ്, ആ ഒരു ക്യാബിനറ്റിൻ്റെ ഒരു ചെറിയ വിടവുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ആ ഒരു ടെമ്പിളിൽ എന്താ നടക്കുന്നത് നോക്കാൻ പോലും അവന് പേടി തോന്നി. ഹി ലേ വെരി സ്റ്റിൽ
ഹോൾഡിങ് ഹിസ് ബ്രത്ത് ഫോർ ഫ്രൈറ്റ്. അപ്പോൾ അവൻ എന്താ ചെയ്തത്? അവന് അനങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ്. അവൻ്റെ ശ്വാസം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ദ ലൈറ്റ് ദാറ്റ് ഹാഡ് ബീൻ ഇൻ ദ ടെമ്പിൾ വെൻറ്റ് ഔട്ട്. അപ്പം ആ ഒരു ടെമ്പിളിലുള്ള വെളിച്ചം പോലും പോയിട്ടുണ്ട്. ബട്ട് ദ ഓഫുൾ സൗണ്ട്സ് കണ്ടിന്യൂഡ്. പക്ഷേ ആ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വീണ്ടും ഇങ്ങനെ തുടരുകയാണ്. ആൻഡ് ബിക്കം മോർ ഓഫുൾ. പിന്നെ അതെന്താ സംഭവിച്ചത്? കൂടുതൽ ഓഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ് ആ ശബ്ദങ്ങളൊക്കെ. പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ശബ്ദങ്ങളെല്ലാം വീണ്ടും വീണ്ടും. ഓക്കെ. ആൻഡ് ഓൾ ദ ടെമ്പിൾ ഷോക്ക്. പിന്നെ അത് മാത്രമല്ല, ആ ടെമ്പിൾ മുഴുവൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇളകുന്നുണ്ട്. ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയിം. അപ്പോൾ ഒരുപാട് സമയത്തിന് ശേഷം എന്താണ്? നിശബ്ദത വന്നു അല്ലേ? അതായത് ആ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ ഇല്ലാതായി. ഇപ്പോൾ അവിടെ കാമായിട്ട് നിൽക്കുകയാണ്, ശബ്ദങ്ങളൊന്നുമില്ല. ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. പക്ഷേ ഇപ്പോഴും ആ ബോയ് എന്താണ്? ഒന്ന് ചലിക്കാൻ പോലും പേടിച്ച് അങ്ങനെ കിടക്കുകയാണ്. ഹി ഡിഡ് നോട്ട് മൂവ് അണ്ടിൽ ദ ലൈറ്റ് ഓഫ് ദ മോർണിംഗ് സൺ ഷോൺ ഇൻ ടു ദ ക്യാബിനറ്റ് ത്രൂ ദ ചിങ്സ് ഓഫ് ദ ലിറ്റിൽ ഡോർ. അപ്പോൾ എന്താണ്? അവനെന്താണ്? ആ ഒരു പിറ്റേന്ന് രാവിലെ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ആ ഒരു ലിറ്റിൽ ഡോറിൻ്റെ, ചെറിയ ആ ഒരു ഡോറിൻ്റെ വിടവിലൂടെ ഉള്ളിലേക്ക് എത്തുന്നത് വരെ അവൻ പേടിച്ച് വിറച്ച് അനങ്ങാതെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്താണ്? പ്രഭാത സൂര്യൻ വന്നതിന് ശേഷം മാത്രമാണ് അവൻ എന്താണ് ഒന്ന് റിലാക്സ് ആയിട്ടുള്ളത്, ഒന്ന് മൂവ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. അതുവരെ അവൻ എന്താണ്? അനങ്ങാതെ കിടന്നു എന്നാണ് പറയുന്നത്. Then he got out of his hiding place very cautiously and looked about. Cautiously means ശ്രദ്ധയോടുകൂടി. അപ്പം അവനെന്താണ്? അവൻ്റെ ആ ഒരു ഒളിച്ചിരുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, ഹൈഡിങ് പ്ലേസ്, ക്യാബിനറ്റ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ ശ്രദ്ധയോടുകൂടിയാണ് അവൻ വന്നത് പുറത്തേക്ക്. ആൻഡ് ലുക്ക്ഡ് അബൌട്ട്. എന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. The first thing he saw was that all the floor of the temple was covered with blood. ഫസ്റ്റ് തന്നെ അവൻ എന്താണ് കണ്ടത്? ആ ഒരു ടെമ്പിളിൻ്റെ ഫ്ലോർ മുഴുവനായിട്ടും രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. ഫ്ലോറിൽ മുഴുവൻ എന്താണ്? ബ്ലഡാണ്. ആൻഡ് ദെൻ ഹി സോ ലേയിങ് ഡെഡ് ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ്. അതിനുശേഷം അവൻ കണ്ടത് എന്താണ്? ഇതിൻ്റെ മിഡിലായിട്ട് എന്താണ്? ഒരു എനോമസ് മോൺസ്ട്രസ് റാറ്റ്. എനോമസ് മീൻസ് ബിഗ്, ഒരു വലിയ മോൺസ്ട്രസ് റാറ്റ്. അതായത് എന്താണ്? ഭീമാകാരനായിട്ടുള്ള ഒരു റാറ്റ്, അല്ലെങ്കിൽ ഒരു എന്താണ്? ആ ഗോബ്ലിൻ റാറ്റ്. അത് ബിഗർ ദാനേക്കാൾ, ഒരു പശുവിനേക്കാൾ വലിപ്പമുള്ള ഒരു എന്താണ്? ഭീമാകാരനായിട്ടുള്ള ഒരു റാറ്റ് ഇതിൻ്റെ മിഡിലിൽ ഇങ്ങനെ ചത്ത് കിടക്കുന്നത് കാണുകയാണ്. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്. പക്ഷേ ആര് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു മോൺസ്ട്രസ് റാറ്റിനെ കൊന്നിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. There was no man or other creatures to be seen. അവിടെ എന്താണ്? ഒരു മനുഷ്യന്മാരെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികളെയോ ഒന്നും തന്നെ കാണാനില്ല. Suddenly the boy observed that the mouths of all the cats he had drawn the night before. അപ്പോൾ ആ ഒരു രാത്രിക്ക് മുൻപ് ഇവൻ വരച്ചിട്ടുള്ള ആ ഒരു പൂച്ചകളുടെ വായിലേക്ക് അവൻ പെട്ടെന്ന് ശ്രദ്ധിക്കുകയാണ്. വർ റെഡ് ആൻഡ് വെറ്റ് വിത്ത് ബ്ലഡ്. അവരുടെ വായൊക്കെ എന്തായിട്ടുണ്ട്? റെഡ് കളർ, ചുമന്ന കളറായിട്ടുണ്ട്. അത് മാത്രമല്ല അതൊക്കെ ചോര കൊണ്ട് നനഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഹി ന്യൂ ദാറ്റ് ദ ഗോബ്ലിൻ ഹാഡ് ബീൻ കിൽഡ് ബൈ ദ കാറ്റ്സ് വിച്ച് ഹി ഹാഡ് ഡ്രോൺ. അപ്പോൾ അവന് മനസ്സിലാവുകയാണ് ഈ ഒരു ഗോബ്ലിനെ കൊന്നത് ആരാണ്? ഈ ബോയ് തന്നെ വരച്ചിട്ടുള്ള പൂച്ചകളാണ് എന്നുള്ള കാര്യം. And then also for the first time he understood why the wise old priest had said to him, avoid large places at night, keep to small. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഇവന് അവൻ്റെ ആ ഒരു പ്രീസ്റ്റ് ഉണ്ടല്ലോ, വയസ്സായിട്ടുള്ള ആ ഒരു ഓൾഡ് പ്രീസ്റ്റ് പറഞ്ഞ വേർഡ്സിൻ്റെ മീനിങ് അവന് മനസ്സിലാവുകയാണ്. എന്താണ്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്. രാത്രിയിൽ വലിയ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് ആദ്യമായിട്ട് അവൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ഓക്കെ. അപ്പം നെക്സ്റ്റ് എന്താണ്? ആഫ്റ്റർ വാട്ട് ദാറ്റ് ബോയ് ബിക്കെയിം എ വെരി ഫേമസ് ആർട്ടിസ്റ്റ്. അപ്പോൾ അതിനുശേഷം ഈ ഒരു ബോയ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രകാരനായിട്ട് മാറുകയാണ്. സം ഓഫ് ദ കാറ്റ്സ് വിച്ച് ഹി ഡ്രൂ ആർ സ്റ്റിൽ ഷോൺ ടു ട്രാവലേഴ്സ് ഇൻ ജപ്പാൻ. ട്രാവലേഴ്സിൽ, അതായത് ജപ്പാനിലെ ട്രാവലേഴ്സിന് ഇപ്പോഴും അവൻ വരച്ചിട്ടുള്ള ആ ഒരു കാറ്റ്സിൻ്റെ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ട് എന്ന് പറയുകയാണ്. സോ ഇത്രയുമാണ് നമ്മളുടെ സ്റ്റോറി. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.